തുടർ പഠനം അനന്ത സാധ്യതകൾ. ഈ പരിപാടിയിൽ ഇന്ന് വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ഏകത വിദ്യാഭ്യാസ സെമിനാറിൽ വയനാട് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ മനോജ് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 3ാം ഭാഗം കേൾക്കാം. ഈ വയനാട് ജില്ലയിലെ ഞാനൊരു ഫാമിലി കൗൺസിലിംഗ് സൈക്കോ തെറാപ്പി ഒക്കെ പഠിച്ച് ഒരു ഫാമിലി കൗൺസിലറും കൂടിയാണ്. അപ്പൊ എനിക്ക് റീസെന്റ്ലി ഒരു വളരെ VIP കൗൺസിലിംഗ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ കൗൺസിലിംഗ് നടത്താറുണ്ട്. അപ്പൊ ഒരു വലിയ VIPയുടെ ഒരു കൗൺസിലിംഗിന് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അവരുടെ ഏക മകൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽപ്പെട്ട ഒരാളുടെ മകനാണ്. ഇവിടെ നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 8ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ് കുട്ടി. എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വേണ്ടി ആ സ്കൂളില് ഒന്നാം വയസ്സ് മുതൽ എൻട്രൻസ് കോച്ചിങ് നടത്തുന്നുണ്ട്. ആ 1ാം വയസ്സ് മുതൽ എൻട്രൻസ് പോലത്തെ കോച്ചിങ് നടത്തുന്ന ഈ കുഞ്ഞിനെ ഒരു ദിവസം അച്ഛനും അമ്മയും വളരെ ബിസിയായ ഡോക്ടറായിട്ടുള്ള, അതും ഡോക്ടർമാരുടെ ഹെഡായിട്ടുള്ള ഒരു ഡോക്ടറുടെ മകൻ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിന്റെ അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണ് പോസ്റ്റ്. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്ന 2 ജീവികളുടെ പേര് ലോകത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നു. പോസ്റ്റിന്റെ കണ്ടന്റ്: ഈ ലോകത്തിൽ ഞാൻ വെറുക്കുന്ന 2 ജീവികൾ. ഏക മകൻ, അച്ഛൻ റീജിയണൽ ബാങ്ക് മാനേജർ, കേരളത്തിലെ 4 ജില്ലകളുടെ അധിപനാണ് ബാങ്കിങ് മേഖലയിൽ. അമ്മ ഒരു ജില്ലയുടെ മെഡിക്കൽ ഹെഡാണ്. അവരോടി സ്കൂളിലെത്തി, തിരക്കൊള്ളി അവര് സ്കൂളിലെത്തി. അപ്പൊ സ്കൂളുകാർ പറഞ്ഞു, എത്ര കാലമായി നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഇതുവരെ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ മോൻ നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറമാണ്. പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടില്ല. ഈ മോന് വായെടുത്ത നുണയേ പറയൂ. ഇവൻ ഈ കാണിക്കുന്നതൊക്കെ അവന്റെ കുറിച്ചുള്ള കുറെ ക്രൈമുകളുടെ ഒരു ലിസ്റ്റ് അവര് അധ്യാപകര് ഈ മാതാപിതാക്കളുടെ മുമ്പിൽ എത്തിച്ചു. അച്ഛനും അമ്മയും അന്നുവരെ എന്റെ പൊന്നുമോൻ ലോകത്തിലെ ഏറ്റവും നല്ലവൻ എന്ന് കരുതിയിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചറിവുണ്ടായി. അവരിങ്ങനെ പല അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കൗൺസിലേഴ്സ് ഉണ്ടായിട്ടും ആരും അറിയാതിരിക്കാനാണോ എന്തോ സ്കൂളിൽ നിന്ന് റെഫറൻസ് കിട്ടി അവർ എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ സംസാരിക്കുവാണ്. ആദ്യം തന്നെ ആ പിതാവിന്റെ പൊങ്ങച്ച കഥകളൊക്കെ ഞാൻ കേട്ടു. പിതാവ് ഇങ്ങനെ ലോകത്തുള്ള എല്ലാ കഥ, വലിയ ബാങ്കിന്റെ സകല റിസർവ് ബാങ്കിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു. ഒരു കൗൺസിലർ എന്ന നിലയിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് കേട്ടിരുന്നു. ചിരിക്കാനും കേൾക്കാനും മാത്രമാണ് ഈ ലോകത്ത് ആളില്ലാത്തത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊന്ന് ശാന്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തുമാത്രം സമ്പാദിച്ചിട്ടുണ്ടെന്നറിയാവോ, ഇതെല്ലാം ഇവന് വേണ്ടിയാ, ഈ വൃത്തികെട്ടവനാണ് എന്നോട് ഈ ചതി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ മോനിട്ടൊന്ന് തല്ലുന്നുണ്ട്. ആ മോൻ ഇങ്ങനെ സകല ദേഷ്യവും അടക്കി പിടിച്ച് ഒരു അഗ്നിപർവ്വതം പൊട്ടാനിരിക്കുന്നത് പോലെ അവനാ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ അമ്മ തന്റെ വേദനകൾ അയവിറക്കിയാണ്. സാറിന് അറിയാമല്ലോ, ഞാൻ MD പഠിക്കുന്ന കാലത്താണ് ഇവൻ ഉണ്ടാകുന്നത്. അന്ന് ഒരു MBB നേരത്തെ സിരാജ് സിംഗ് പറഞ്ഞ പോലെ 4 വർഷം കുത്തിയിരുന്ന് എൻട്രൻസ് പഠിച്ചിട്ട് എൻട്രൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന പോലെ MBBS MD ഒക്കെ പഠിക്കാനുള്ള ത്യാഗങ്ങൾ അറിയാലോ. ആ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്ന കാലത്ത് കുഞ്ഞുണ്ടായി. ഞാൻ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അവനാണ് എന്നോട് ഈ ചതി ചെയ്യുന്നത്. ഇവൻ എന്നോട് 100 കണക്കിന് നുണ പറഞ്ഞു എന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടറമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ മോൻ താഴെ പോയിരുന്നോട്ട്, ഈ മോൻ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സൈക്കോളജിയും മനഃശാസ്ത്രവും അനാട്ടമിയും ഒക്കെ പഠിച്ച നമുക്കറിയാലോ എന്താണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന് സംഭവിച്ചത്. അങ്ങനെ ചർച്ച ചെയ്തു. ഇവന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾ അനലൈസ് ചെയ്തു. ഒന്നാമത്തെ അനലൈസ് ഇതായിരുന്നു, ഇവൻ എവിടുന്നാ നുണ പറയാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു സൈക്കോളജിയിൽ കൗൺസിലിംഗ് ഒരു ടെക്നിക് ഉണ്ട്. എവിടം തൊട്ട് ഇവന്റെ സ്വഭാവത്തിൽ ഡീവിയേഷൻ ഉണ്ടായെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവസാനം ഞങ്ങൾ കണ്ടെത്തിയ ഒരു പോയിന്റ് ഉണ്ട്. പണ്ട് 6ാമത്തെ വയസ്സില് അമ്മയും മോനും കൂടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് KSRTC ബസ്സിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അമ്മയും മോനും ചർച്ച ചെയ്തു. നിന്നെ കണ്ട ചെറുതാന്നേ തോന്നുള്ളൂ, നിനക്കൊരു ഹാഫ് ടിക്കറ്റും എനിക്കൊരു ഫുൾ ടിക്കറ്റ്, നമുക്കൊരു 1.5 ടിക്കറ്റ് മതിയെന്നാ തോന്നുന്നേ. ഈ മോൻ പറഞ്ഞു, അമ്മ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 വയസ്സ് കഴിഞ്ഞാൽ ഫുൾ ടിക്കറ്റ് എടുക്കണം, എനിക്കും ഫുൾ ടിക്കറ്റ് എടുക്കമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. കണ്ടക്ടർ അടുത്ത് വന്നു. അമ്മ പറഞ്ഞു, ഇതാ ഒരു ഫുൾ ടിക്കറ്റും ഒരു ഹാഫ് ടിക്കറ്റും. കണ്ടക്ടർ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു 1.5 ടിക്കറ്റ്. അവൻ ആ ടിക്കറ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആ മോൻ അമ്മയെ തോണ്ടി, അമ്മ എനിക്കും ഫുൾ ടിക്കറ്റ് എടുക്കമ്മേ. അമ്മ പറഞ്ഞു, മിണ്ടാണ്ടിരിയടാ. വീണ്ടും അവൻ പറയാൻ തുടങ്ങിയപ്പോ അമ്മ ഒരു നുള്ളിപ്പറി വെച്ചു കൊടുത്തു.
പിന്നെ അവൻ അമ്മയോട് മിണ്ടിയില്ല. 1.5 ടിക്കറ്റുമായിട്ട് അവർ സന്തോഷത്തോടുകൂടി KSRTCയെ പറ്റിച്ച സന്തോഷത്തോടുകൂടി അവർ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് വരെ യാത്ര ചെയ്തു. ഈ മോൻ അമ്മയോട് മിണ്ടിയില്ല. KSRTC ബസ് ഇറങ്ങിയപ്പോൾ ഈ മോൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്ത് പണിയാ കാണിച്ച്, എന്റെ നാണം കെടുത്തിയില്ലേ ഹാഫ് ടിക്കറ്റ് എടുത്തിട്ട്. അമ്മയ്ക്ക് ദേഷ്യം വന്നു. മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് അമ്മ ചോദ്യം ചെയ്യാനായോടാ എന്ന് പറഞ്ഞ് ഒരു കുത്തും കൂടെ വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ മോനാ ഇപ്പൊ നുണ പറയുന്നേ. പിരിവുകാര് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ടാങ്കിലുള്ള വെള്ളം തന്നെയല്ലേ പൈപ്പിലൂടെ വരൂ? ടാങ്കിലെ വെള്ളം തന്നെയാണ് പൈപ്പിലൂടെ വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറും എഞ്ചിനീയറോ IPS IAS സാധാരണ നല്ലവനാക്കുന്നത് മോശക്കാരനൊക്കെ ആക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത് യഥാർത്ഥത്തിൽ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളിൽ എല്ലാ കഴിവുമുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്ക്. എല്ലാവിധ കഴിവുകളും നമ്മൾ വലിയ ഉപദേശമൊന്നും കൊടുക്കണ്ട, പക്ഷെ നമ്മൾ ആകേണ്ടതുണ്ട്. എല്ലാ കഴിവും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ആ പോരായ്മ എന്താണെന്നറിയാവോ? അത് നമുക്ക് കുറച്ചും കൂടെ പഴയൊരു കഥയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് വാനരപ്പട തന്റെ മുമ്പില് വലിയൊരു സമുദ്രം കണ്ട് പകച്ചു പോകുന്ന ഒരു നിമിഷമുണ്ട്. രാമന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ട സുഗ്രീവനും ഹനുമാനും കൂനനും ഒക്കെ മുമ്പിൽ 100 യോജന കടല് കണ്ടിട്ട് പകച്ചുപോയി. അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇനി കടലാണ്. ഹനുമാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഗ്രീവൻ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുമ്പോൾ, വിജ്ഞാനമുള്ള ഒരു ജാമ്പവാന്റെ റോൾ എടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. മാതാപിതാക്കൾ തയ്യാറാകേണ്ടത് ആ ജാമ്പവാനെ പോലെ. എടാ, നീ വായുപുത്രന്റെ മോനാണ്, നിനക്ക് സാധ്യമാകും. അവനിൽ പ്രതീക്ഷ കൊടുക്കാൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന നിന്റെ പൊന്നുമോന്, നിന്റെ മോൾക്ക് നീ വിജയിക്കും മോനെ, നിനക്ക് കഴിയും, നീ മിടുക്കനാണ്. നീ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന് പകരം നിന്റെ പൊന്നുമോന് നാട്ടിൽ അവൾക്കും അവനും ഒക്കെ ആകാമെങ്കിൽ, നമ്മുടെ വീടിന്റെ സാഹചര്യം അവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിന്റെ ആധാരം ആ ഡോക്യുമെന്റ് ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ, നീയും ആ കുഞ്ഞും തമ്മിലുള്ള ഹൃദയബന്ധം പവർഫുൾ ആണെങ്കിൽ, ആ കുഞ്ഞിന് പഠിക്കുമ്പോൾ അവൻ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ള ആദ്യ ചോദ്യം, എന്തിനു വേണ്ടി ഞാൻ ഏകതയുടെ എൻട്രൻസ് പരിശീലന പരിപാടിയിൽ വന്നിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അവന്റെ വീടിന്റെ പച്ചയായ യാഥാർത്ഥ്യം അച്ഛനും അമ്മയും അവനോട് സംസാരിക്കുമ്പോഴാണ്. നിനക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ജാമ്പവാന്റെ വാക്കുകളെ പോലെ അച്ഛനും അമ്മയ്ക്ക് തോന്നണം. അതിനെ അച്ഛനും അമ്മയുടെയും പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? ഇപ്പം മക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. നമ്മുടെ അച്ഛനും അമ്മയുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? ഇതിനുവേണ്ടി ലോക പ്രശസ്തയായ ഒരു വ്യക്തി 1021 വർഷം എടുത്ത് ഈ 200 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ ലോകത്തിന്റെ പ്രശ്നമെന്ത്? ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ ഒന്നും അല്ല മക്കളെ. തൊഴിൽ കിട്ടാൻ നേരത്തെ കൃഷിരാജ് സിംഗ് സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗും റോബോട്ടിക്കും കമ്പ്യൂട്ടർ ലോകവും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ലോകമുണ്ട്. ഒരു ഒരു കണ്ടുപിടുത്തങ്ങളുടെ ഒരു ഫ്യൂഷൻ തന്നെ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെയുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് അത് പാഠശാലകളിലല്ല, കോളേജുകളിലല്ല. അത് തുടങ്ങേണ്ട പാഠശാല എന്റെ വീട്ടിന്റെ ഗുരുവായിട്ടുള്ള അച്ഛന്റെ അമ്മയുടെയാണ്. അച്ഛന്റെ അമ്മയുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു മത്തായിസ് ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ട് ചുങ്കത്ത് മത്തായിസ് ബേക്കറിയുടെ പരസ്യം ഒന്നും വിചാരിക്കരുത്. അവിടെ അച്ഛനും അമ്മയും കൂടെ ചായ കുടിക്കാൻ വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും ആ ബേക്കറിയിൽ അവർക്ക് തിരക്കിട്ട് ചായ കുടിക്കാൻ വരുമ്പോ ഈ ചായ ടേബിളിൽ അമ്മ അവിടെ ഇരിക്കും, അച്ഛൻ ഇവിടെ ഇരിക്കും. അച്ഛന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടാവും, മൊബൈലിൽ അച്ഛൻ കുത്തിക്കൊണ്ടിരിക്കും. അമ്മ എന്തെങ്കിലും ഇവിടെ ഇരുന്ന് അകലെ ഇരുന്നാണ് ഇവര്. അമ്മ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ തന്നെ കുറെ കാലമായിട്ട് മക്കൾ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മൂളലുകൾ മാത്രമാണ്. അച്ഛനും അമ്മയ്ക്കും ഇനി ഒരു ചായ കിട്ടിയാലത്തെ അവസ്ഥയോ? ഈ ചായ കുടിച്ചിട്ട് അവർ ഒറ്റ ഓട്ടത്തിന് തയ്യാറാവുകയാണ്. ഇവര് തിരക്കാണ്. ആണോ? ഒന്നുമേ മിണ്ടാത്ത ഒരു ലോകം. ഇനി ആ ടേബിളിന്റെ ഓപ്പോസിറ്റ് മറ്റൊരാൾ വന്നിരിപ്പുണ്ട്. കല്യാണം ഈ ഇടയ്ക്ക് കഴിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ കല്യാണത്തിന് പ്ലാൻ ഇട്ടു, അല്ലെങ്കിൽ ലവേഴ്സ് ആണ്. അവര് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ നിങ്ങൾ മക്കളോട് സാറ് പറഞ്ഞു നിങ്ങൾ മണിക്കൂർ ഒന്നേ മൊബൈൽ ഉപയോഗിക്കാവുള്ളൂ. ഞാനിങ്ങനെ വിചാരിക്കുക, കുട്ടികളെ മൊബൈൽ ഉപയോഗം നിർത്തണമെങ്കിൽ അതിനു മുമ്പ് നിർത്തി കാണിച്ചു കൊടുക്കേണ്ടത് മറ്റു കുറച്ച് ആളുകൾ ആ വീട്ടിലുണ്ട്. ഇനി ലവേഴ്സ് വന്നിരിക്കുമ്പോൾ അവർ അടുത്തടുത്തായിരിക്കുക.
ആ ഭർത്താവിന്റെ കയ്യിലോ ആ ഭാര്യയുടെ കയ്യിലോ മൊബൈൽ ഉണ്ടാവില്ല. അവരൊത്തിരി വർത്തമാനം പറയുന്നുണ്ട്, അവർ കണ്ണി നോക്കുന്നുണ്ട്, അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ചായ കിട്ടിയ ചായ തീരല്ലേ എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഒരാളുടെ ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ്, സ്നേഹത്തിന്റെ ടാങ്ക്, ലവ് ടാങ്ക് എന്നാണ് എലിസബത്ത് ഹർലോക്ക്, ഹാരി ചാപ്മാൻ, ഇവർ രണ്ടുപേരും ലോക പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആണ്. അവരെഴുതിയ ഒരു പുസ്തകമാണ് 5 ലവ് ലാംഗ്വേജ്. അദ്ദേഹം പറയുന്നു, ഈ ലോകം മുഴുവൻ ദാരിദ്ര്യത്തിലാണ്. എന്റെ മക്കളെ, മാതാപിതാക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സമ്പന്നരൊന്നും അല്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദാരിദ്ര്യത്തിൽ പിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ, ഞാൻ സ്കൂളില്, ഈ വയനാട് ജില്ലയിലെ ഡയറ്റ് ഫാക്കൽറ്റി മുഴുവൻ സ്കൂളുകളിൽ മോണിറ്ററിങ്ങിന് എല്ലായ്പ്പോഴും വിസിറ്റ് ചെയ്യുന്ന ആളാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർ ദരിദ്രരായി മാറിയിരിക്കുകയാണ്. എന്തിന്റെ ദാരിദ്ര്യമാണെന്നറിയാവോ? സ്നേഹത്തിന്റെ ദാരിദ്ര്യം. ഇവരുടെയൊക്കെ സ്നേഹത്തിന്റെ ടാങ്ക് പറ്റിപ്പോയി കിടക്കുകയാണ്. ടാങ്ക് പറ്റിയ മാതാപിതാക്കൾ, ഈ ടാങ്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് മാതാപിതാക്കളെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിലെ ആളുകളുടെ ഈ ദാരിദ്ര്യത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ബ്രെയിനിൽ 2 പാർട്ടുണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയറിന് നടുവിൽ ഒരു ന്യൂക്ലിയസ് അക്യുപ്പൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിനും എൻഡോമോർഫിൻ, ടെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഒറാക്കിൾ എന്നൊക്കെ പറയുന്ന ചില ഹോർമോണുകളാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്. സന്തോഷം കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മറ്റൊന്നുമല്ല, ഹോർമോണാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞ അടുത്ത പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളില് ഒരു മനുഷ്യന് ഏറ്റവും പരമപ്രധാനമായ ആവശ്യങ്ങൾ പണമോ വീടോ വിദ്യാഭ്യാസ സമ്പത്തൊന്നുമല്ല. അവന്റെ ജീവിതത്തിന്റെ ആനന്ദം, സ്നേഹത്തിന്റെ ടാങ്ക് നിറയണം. ആ ടാങ്ക് പറ്റിക്കിടക്കുവാണ്. ഈ ടാങ്ക് പറ്റിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഭർത്താവിന്റെ ടാങ്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ വെള്ളം ദാഹിച്ചു കഴിഞ്ഞാൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തൊണ്ട പൊട്ടിപ്പോ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി വെള്ളം മേടിച്ച് കഴിക്കും, ഇല്ലേ? വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശ്വാസം കിട്ടി പെടയും. ഇതേപോലെ മനുഷ്യ ജീവിതത്തില് ഏറ്റവും അത്യന്താവശ്യമായ ഒന്നിന്റെ പേരാണ്, നേരത്തെ ഞാൻ പറഞ്ഞ ഈ അവനവന്റെ ലവ് ടാങ്ക് നിറഞ്ഞിരിക്കണം. ആ ലവ് ടാങ്ക് നിറയാനുള്ള ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ ടാങ്ക് പറ്റിക്കിടക്കുകയാണ്. സ്നേഹത്തിന്റെ ടാങ്ക് പറ്റിയ ഭർത്താവ് ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി ഓടുവാണ്, ഭാര്യ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി ഓടുവാണ്. രണ്ടുപേരും 2 ഡയറക്ഷനിലാണ് ഓടുന്നത്. രണ്ടുപേരും തെണ്ടി നടക്കുകയാണ്. ഭർത്താവ് ഒരു ഭാഗത്തും ഭാര്യ ഒരു ഭാഗത്തും. ആ വീട്ടിലെ മക്കളുടെ ടാങ്ക് പറ്റിപ്പോവുകയാണ്. അവർക്കും സ്നേഹം കിട്ടാതെ അവര് സ്കൂളിലേക്ക് ആൺകുട്ടികൾ ഓടി പെൺകുട്ടികളുടെ ഭാഗത്തേക്കും, പെൺകുട്ടികൾ ഓടി ആൺകുട്ടികളുടെ ഭാഗത്തേക്കും എത്തുകയാണ്. ചിലർ മൊബൈൽ അഡിക്റ്റഡ് ആവുകയാണ്, ചിലർ ഗെയിമിൽ അഡിക്റ്റഡ് ആവുകയാണ്, ചിലർ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ടാങ്ക് നിറയ്ക്കാനുള്ള ഓട്ടപ്പാച്ചിൽ നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിനോട്, ഞാൻ ഒരു മാതാവിനോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ രാവിലെ അടുക്കളയിലെ ജോലിക്ക് വേണ്ടി അടുക്കളയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിട്ട് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങൾക്കൊരു ഉമ്മ തന്ന്, നിങ്ങൾ ആ സവോളയൊക്കെ ഒന്ന് പൊളിക്കാൻ കൂടി, ആ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടാൻ കൂടിയാൽ, അല്ലെങ്കിൽ ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ നിങ്ങളോടൊപ്പം കൂടിയാൽ, നിങ്ങളോട് കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവുമോ? തീർച്ചയായിട്ടും സന്തോഷമാവും. പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കഷ്ടപ്പെട്ട് നിമിഷങ്ങളില് അവളോടൊപ്പം നിന്ന് നീ മിടുക്കിയാണ്, നിന്നെ കാണാം, നിന്റെ നിന്റെ അച്ഛൻ പറയാണ്, എൻ്റെ പൊന്നുമോൾ എന്ത് സുന്ദരിയാണ്, എൻ്റെ പൊന്നുമോളെ കാണാൻ നല്ലതാണ്, എൻ്റെ പൊന്നുമോളുടെ ഡ്രസ്സ് നല്ലതാണ്, എൻ്റെ പൊന്നുമോന് മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛൻ ആ മോനെ ചേർത്ത് കെട്ടിപ്പിടിച്ചാൽ ആ മോന് സന്തോഷമാവുമോ? നീ എൻ്റെ മജ്ജിയുടെ മജ്ജി, മാംസത്തിന്റെ മാംസവാടാ, മിടുക്കനാടാ, അവന്റെ പോരായ്മകളെ പോലും അച്ഛൻ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് നീ എന്റേതാണ്, നിനക്ക് കഴിയുമെടാ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നാമത്തെ സ്നേഹത്തിന്റെ ടാങ്ക് നിറയ്ക്കണം. അത് ഞാൻ പറഞ്ഞതല്ല. 21 വർഷം എടുത്ത് 1250 PhD തീസിസുകളെ സമാഹരിച്ചുകൊണ്ട് എലിസബത്ത് ഹർലോക്ക് പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം അകറ്റാൻ നിങ്ങളൊരു ഭാഷ പഠിക്കണം. അതിൽ ഒന്നാമത്തെ ഭാഷയുടെ പേര്, നിങ്ങളൊന്ന് പരസ്പരം അഭിനന്ദിക്കൂ. എൻ്റെ ഭാര്യയെ നിങ്ങൾ സുന്ദരിയാണ്, എൻ്റെ ഭർത്താവെ നിങ്ങൾ മിടുക്കനാണ്, എൻ്റെ ചേട്ടൻ നല്ലതാണ്, എൻ്റെ മോൻ പൊന്നുമോൻ നല്ലതാണ്. എനിക്ക് എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ. 92ാമത്തെ വയസ്സിലും എല്ലാ ദിവസവും ഡയറ്റിലേക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ആ പടിവാതിക്കൽ വന്ന് എന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പോയിക്കൊണ്ടാണ് ഞാൻ ഡയറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ എനിക്ക് സത്യസന്ധമായിട്ട് എൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? ആ മാതാപിതാക്കൾ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ബോഡിയിലെ ഏറ്റവും പവർഫുള്ളായ സെൻസിറ്റീവ് പഞ്ചേന്ദ്രിയങ്ങൾ ഒന്ന് സ്കിന്നാണ്. ആ സ്കിന്നിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അറിവുണ്ടാകുന്നത്, സ്നേഹമുണ്ടാകുന്നത്. ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ടച്ചില്ല. തുടർ പഠനം അനന്ത സാധ്യതകൾ. ഈ പരിപാടിയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് ബത്തേരിയിൽ വെച്ച് നടത്തിയ ഏകതാ വിദ്യാഭ്യാസ സെമിനാറിൽ വയനാട് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ മനോജ് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 3ാം ഭാഗമായിരുന്നു. ഈ പ്രഭാഷണത്തിന്റെ 4ാം ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം.